ഹലോ കൂട്ടുകാരെ, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇട്ട് വരുന്നത്. വീഡിയോ ഇടാവുന്ന സാഹചര്യം ഒത്തുവരുമ്പോൾ ഞങ്ങൾക്ക് വയ്യാതെ എന്തെങ്കിലും ആശുപത്രി കേസ് അങ്ങനെയാവും. പിന്നെ ഒന്നൊക്കെ ഓക്കെ വരണുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്ക് പനിയൊക്കെയാണ് വീട്ടിലെല്ലാവർക്കും. എന്നാൽ ഈ പനിയുടെ ഇടയിൽ സ്വത്തുവിൻ്റെ പിറന്നാൾ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. പിറന്നാൾ ദിവസമായിട്ട് സ്വത്തുവിനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി സദ്യയൊക്കെ ഉണ്ടാക്കി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റതും ആളെ എൻ്റെ ഒപ്പം വന്നു. പിന്നെ കരച്ചിലും വാശിയൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷൊർണൂരുള്ള ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലേക്കാണ്. ഇവിടെ സ്വത്തുവിനൊരു ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കുട്ടികളുടെ മാത്രം. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചെറിയൊരു ഫെസ്റ്റിവൽ. പക്ഷേ സ്വത്തുവിന് 2 വയസ്സാണ് ആയിട്ടുള്ളൂ. എന്നാലും ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, ആൾ ഭയങ്കര ആക്റ്റീവാണല്ലോ, കൊണ്ടുപോരേ. അവൾക്ക് അങ്ങനെ കുട്ടികളെ കണ്ട കരച്ചൽ വാശിപിടി അതൊന്നുമില്ല. ആൾ കുട്ടികളെ കണ്ട ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാത്തിലും എൻജോയ് ചെയ്യണ ഒരു കുട്ടി കേട്ടോ. അപ്പോൾ ടീച്ചറൊന്നും കുഴപ്പമില്ല, അവളെ കൊണ്ടുവരേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ കുഞ്ഞു മക്കളുടെ കലാപരിപാടികളാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ഫാഷൻ ഷോ, സിനിമാറ്റിക് ഡാൻസ്, ഫോക്ക് ഡാൻസ്, റൈംസ്, സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു. ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഇത് കാരണം അവർ എന്ത് ചെയ്താലും നമുക്കത് എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. നമുക്ക് മടുക്കില്ലേ കുട്ടികളുടെ പരിപാടി എന്ത് വെച്ചാലും. അവർ ചിലപ്പോൾ ഒന്ന് കളിച്ചില്ലെങ്കിലും അവർ ആ പാട്ടിനകത്ത് ഇങ്ങനെ വെറുതെ തുള്ളിച്ചാടിയാലും നല്ല രസമാണല്ലേ കളിക്കാൻ, അല്ല കാണാൻ. അപ്പം ഈ സ്കൂളിലാണെങ്കിൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. കുട്ടികൾക്കും ബോറടിക്കില്ല. ഇവർ പരിപാടി കാണും, പിന്നെ കുറച്ച് നേരം കളിക്കും അങ്ങനെ. അപ്പോൾ സ്വത്തുവിൻ്റെ പരിപാടി എനിക്ക് ഒന്നാമത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോയിൽ ബാക്കിയുള്ള കുട്ടികളുടെ പരിപാടി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി, സ്വത്തുവിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പോർഷനേ കിട്ടിയുള്ളൂ, കാരണം അപ്പോഴേക്കും ഇതാണ് സ്വത്തും വേറെ ഉണ്ണിയായിട്ടാണ് കളിക്കണത്. ലാസ്റ്റ് പാട്ട് എനിക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമല്ല. സ്വത്ത് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാണ്. ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് സ്വത്ത് ഒരു സ്കൂളിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് അതിൻ്റേതായ ടെൻഷനും സങ്കടം എല്ലാം കൂടി ഒരു ഇമോഷനായിരുന്നു. എനിക്കൊന്നിനും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. എന്തൊക്കെയോ മനസ്സിൽ അങ്ങനെ മിന്നിമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുകയാണ് ഇപ്പോൾ ആ മൊമെൻറ്റൊക്കെ. കാരണം എൻ്റെ കുട്ടി അത്രയും ചെറുപ്പത്തിൽ തന്നെ അവളെ സ്റ്റേജിൽ കയറി, അവൾക്കൊരു ട്രോഫി കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു, സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ചേച്ചി വാങ്ങി കൊടുത്ത കേക്കാട്ടോ. ഈ കേക്ക് ഞങ്ങളൊരു 3:30യുടെ ഉള്ളിലാണ് കട്ട് ചെയ്തത്. 2 കേക്ക് സ്വത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് വിശാലമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം പിറന്നാൾ സദ്യയുടെ തിരക്ക്, സ്കൂളിലെ തിരക്ക്, പിന്നെ വീട്ടിൽ വന്നിട്ട് പായസം ഉണ്ടാക്കിയത്, എല്ലാം കൂടി തലകുത്തി എല്ലാം ചെയ്തത്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ ഏട്ടൻ്റെ ഒരു മിസ്സിങ് മാത്രമാണ് ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് നടത്തി. പ്രാവശ്യം സ്വത്ത് അങ്ങനെ 2 വയസ്സായി. സ്വത്ത് വലിയ കുട്ടിയായി ഗൈസ്. ഇപ്പോഴല്ലെങ്കിൽ അവളിപ്പോൾ ചേച്ചിമാരെ പോലെയാണ് ഞങ്ങളൊക്കെ ഉണ്ണീന്നപ്പോൾ വിളിക്കണത്. ഉണ്ണി വാ. അവളുടെ മൂത്തവരൊക്കെ ഇപ്പോൾ അവൾ ഉണ്ണിന്നാണ് വിളിക്കണത്. അവളെ നമ്മൾ ഉണ്ണീന്ന് വിളിച്ചിട്ട് കേട്ടിട്ടാ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വത്തുവിൻ്റെ അങ്ങനെ 2ാം വയസ്സിലെ പിറന്നാളും അടിപൊളിയായിട്ട് നടത്തി. വൈകുന്നേരം അമ്മയും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ. അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സ്വത്തുവിന് പനിയായിരുന്നു. അപ്പോഴേക്കും പിന്നെ സ്വത്ത് 2-3 ദിവസമായിട്ട് പനിയിലാണ്. കുട്ടി ഡാൻസിന് പോയതും കേക്ക് കട്ട് ചെയ്യുന്നതും പിറന്നാൾ ആഘോഷിക്കുന്നതെല്ലാം 6 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ മരുന്ന് കൊടുക്കുന്ന കാരണം ആ മരുന്ന് കൊടുക്കുന്ന ഗ്യാപ്പിലൊന്ന് ഉഷാറാവും. ആ ഡോസ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആൾ കുഴയും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ 2-3 ദിവസമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അച്ഛനൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എൻ്റെ തൊണ്ടയൊക്കെ അപ്പം നല്ല അടഞ്ഞിരിക്കുകയാണ്. ഞാനും മരുന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തീരെ കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകണിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇന്ന് വരണത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി എനിക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന പോലെ ഇടാം എന്നും പറയുന്നുണ്ട് ഇടാമെന്ന്. പക്ഷേ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യണമെന്ന്. 100 ദിവസത്തെ ഒരു ചലഞ്ചാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി 2 kg കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.